അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മഹത്തായ സംഗീതപ്രേമികൾക്കും അവരിൽ മിക്ക പേരും നമ്മളെന്ന് അനുസ്മരിക്കുന്ന സംഗീത മഹാഗുരു ശ്രീ നടേശൻ മാഷയുടെ ശിഷ്യഗണങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അല്പം മുമ്പ് അവരുടെ ആരാധന അങ്ങനെ ശിവാനന്ദ സാറ് പറഞ്ഞ മാതിരി ആ ചിട്ടയായിട്ടുള്ള അവരുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഗുരുവിൻ്റെ അതേ വാണി, ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയൊരു അനുസ്മരണം നടത്തുന്നുണ്ടെന്ന് ഞാൻ സഹോദര തുല്യം കരുതുന്ന AG's ഓഫീസ് റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ശ്രീ നാരായണൻകുട്ടി നിങ്ങളുടെ നാടിൻ്റെ അടുത്താണ്. തിരുവില്ലാമലയും മണ്ണൂരൊക്കെ ആയിട്ട് വളരെ ദൂരമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു. പിന്നെ രഞ്ജിത്ത് വിളിച്ചു, എൻ്റെ അനിയത്തി വിളിച്ചു. എനിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും സന്തോഷമുണ്ട്. നടേശൻ മാഷ പാട്ടിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. സംഗീത വിദ്യാർത്ഥി മാത്രമാണ്. സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിശു വേണമെങ്കിൽ അത്ര വേണമെങ്കിൽ പറയാം. അത് വെറുതെ ഭംഗിവാക്ക് പറയല്ല, അങ്ങനെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വിശദമായിട്ട് ശിവാനന്ദ സാറ് ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ശുദ്ധമായിട്ടുള്ള സംഗീതത്തിൻ്റെ ഉപാസകൻ, ശുദ്ധമായ സംഗീതത്തിനെ സ്നേഹിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഭർത്താക്കന്മാരായിട്ടുള്ള പലരും സംഗീതത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള വിദുഷികളും വിദ്വാന്മാരുമാണ്. കൂടുതൽ പറയാൻ, അതായത് മനുഷ്യൻ്റെ മഹത്വം, ഏതൊരു മനുഷ്യൻ്റെയും മഹത്വം മനുഷ്യൻ്റെ മനസ്സിലാണ് എന്ന് ഏതോ ഒരു വലിയ തത്വജ്ഞാനി പറഞ്ഞിട്ടുണ്ട്. പേരൊന്ന് ഓർമ്മിക്കണ്ടേ. ആ വലിയ മനസ്സിൻ്റെ ഉടമയാണ് നടേശൻ മാഷ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ കർണാടക സംഗീത പാഠം ഞാൻ ആ കാലത്തൊക്കെ റേഡിയോയിലൂടെ പാടാക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കാണും. കർണാടക സംഗീത പാഠം സുധാപ്രമേയം ആയി ചേർന്നിട്ടുള്ളത് നിത്യേന ആഴ്ചയിൽ 4 ദിവസമായിട്ടുണ്ട്. അത് കേൾക്കും. അതൊന്ന് ഒരുപാട് പാഠം പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് നേരിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഗുരു തന്നെയാണ് ശ്രീ നടേശൻ മാഷ്. നടേശൻ മാഷിനെ പറ്റി പറയുമ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ആദ്യം രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ നമ്മൾ വളരെ വിഷമമായിട്ടൊരു ഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം വയനാട്ടിലത്തെ ദുരന്തങ്ങൾ. പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആഘോഷമല്ല, ഒരു അനുസ്മരണമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും അധികം ഇപ്പം തോന്നുന്നത്, നേരത്തെ വീഡിയോയിൽ കണ്ടു, മുരളീധരൻ ഉണ്ണി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അകാലത്തിൽ മരിച്ചുപോയി. അദ്ദേഹം മരിച്ച് 2 കൊല്ലം മുമ്പ് മരിച്ച് വല്ലാണ്ട് അദ്ദേഹത്തിന് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിട്ടും നടേശൻ മാഷ് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ട് വന്ദിച്ചു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നും, പണ്ടൊരു ഗുരുനാഥൻ തൻ്റെ 4 ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി അടുത്തിരുത്തി എന്ന് പറഞ്ഞു. ഗുരുനാഥൻ പറഞ്ഞു, ആദ്യത്തെ ആളെന്ന് പറഞ്ഞു, കുറച്ച് അപ്പുറത്തൊരു മുറിയിൽ ഒരു ഗ്ലാസ്സിൽ തെളിച്ച വെള്ളവും ശുദ്ധജലവും അതിൻ്റെ അടുത്തൊരു ചെറിയ പ്രതിമയും വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുപോകാൻ. അതിലൂടെ കൊണ്ടുവച്ചു. 2ാമത്തെ ആളോട് പറഞ്ഞു അതിൻ്റെ അടുത്ത് വേറൊരു പ്രതിമ കൊണ്ടുവച്ചിട്ടുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. 3ാമത്തെ ആളോട് പറഞ്ഞു അതുപോലൊരു പ്രതിമയുണ്ട്. അങ്ങനെ 4ാമത്തെ ആളുടെ പറഞ്ഞു. അപ്പോൾ ഗുരുനാഥന് മുമ്പിൽ 4 പ്രതിമകൾ 4 ഗ്ലാസ് വെള്ളവും ഇരിക്കുന്നുണ്ട്. ഗുരുനാഥൻ പറഞ്ഞു, വലിയ ഒരു പാഠമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്.
തറ എവിടെ വെച്ചു? ഞാൻ സാർ ഞാനാണ്. താൻ കൊടുന്ന പ്രതിമ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? തൊട്ട് നോക്കുമ്പോൾ അപ്പം അത് ഉരുക്ക് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ പ്രതിമയാണ്, വളരെ ചെറുത്. ഗ്ലാസിൻ്റെ വെള്ളത്തിൽ മുങ്ങും. സ്റ്റീൽ കൊണ്ടുള്ള പ്രതിമയാണ്. ആ പ്രതിമ വെള്ളത്തിൽ മുക്കും, ആ ഗ്ലാസ് വെള്ളത്തിൽ മുക്കി. എന്താ കണ്ടത്? പ്രതിമയ്ക്ക് വല്ലതും സംഭവിച്ചോ? ഇല്ല. വെള്ളത്തിന് വല്ലതും സംഭവിച്ചോ? ഇല്ല. ശരി. രണ്ടാമത്തെ ആൾ വന്ന പ്രതിമ എന്താണ്? അപ്പം അയാൾ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ഇത് സർ പിന്നെ സ്പോഞ്ച് കൊണ്ടുള്ള പ്രതിമയാണ്. സ്പോഞ്ച്. അത് വെള്ളത്തിൽ മുക്കി. എന്താ കണ്ടത്? സ്പോഞ്ച് ചേർത്തു, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു. ആ വെള്ളം മുഴുവനും ഈ സ്പോഞ്ചിലേക്ക് അബ്സോർബ് ചെയ്തു. അത് മനസ്സിലായില്ലേ ചോദിച്ചു. മൂന്നാമത്തെ ആൾ കൊടുത്ത പ്രതിമ എന്താണ്? തൊട്ട് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രതിമയാണ്. അത് ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ മുക്കും. എന്ത് കണ്ടു? ശുദ്ധമായിട്ടുള്ള ജലം ചളിവെള്ളം ആയിട്ട് മാറി, മാലിന്യം കലർന്ന വെള്ളമായിട്ട് മാറി. അത് മനസ്സിലായില്ലേ ചോദിച്ചു. നാലാമത്തെ ആളെന്ന് പറഞ്ഞു, താൻ കൊടുത്ത പ്രതിമ എന്താണ്? അത് പഞ്ചസാര പ്രതിമയാണ്. പഞ്ചസാര പ്രതിമ ശുദ്ധമായിട്ടുള്ള ജലത്തിൽ മുക്കൂ, എന്താ സംഭവിക്കുക ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, വെള്ളത്തിന് മാധുര്യം കിട്ടുന്നു. ഇനി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളതിലൊക്കെ മനസ്സിലായില്ലേ ചോദിച്ചു. മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, സമൂഹത്തിൽ 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. ആ 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 4 പ്രതിമകൾ. അത് ആദ്യത്തെ സ്റ്റീല്. വെള്ളത്തിൽ വെക്കിയപ്പോൾ സ്റ്റീൽ പ്രതിമയ്ക്കും ഒന്നും സംഭവിച്ചില്ല, വെള്ളത്തിനും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ ആരുടെ ഉപദ്രവത്തിന് പോണില്ല, ആരുടെ സഹായം എനിക്കും വേണ്ട, ഞാൻ ആർക്കും അങ്ങനെ ചെയ്യില്ല, ഞാൻ എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ട് ജീവിക്കും, ഞാൻ സഹായിക്കില്ല, എനിക്ക് ആരുടെയും വേണ്ടി. അത്തരത്തിലുള്ളൊരു വ്യക്തിത്വം ആവാൻ പാടുമോ എന്ന് ഗുരുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കണം. പാടില്ല. രണ്ടാമത്തേതോ സ്പോഞ്ച് കൊണ്ടുള്ള പ്രതിമ. സ്പോഞ്ച് കൊണ്ടുള്ള പ്രതിമ വെള്ളത്തിൽ മുക്കിയപ്പോൾ സ്പോഞ്ച് ചേർത്തു, വെള്ളം കുറഞ്ഞു. അതൊന്നെന്താ മനസ്സിലായത്? എന്ന് മനസ്സിലായില്ല. ഗുരുനാഥൻ പറഞ്ഞു, ഈ വെള്ളം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വസിക്കുന്ന സമൂഹമാണ്. ഈ സ്പോഞ്ച് പ്രതിമ പോലെ ചിലരുണ്ട്, ഏത് സമൂഹത്തിൻ്റെ സമ്പത്തോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം പോക്കറ്റിലേക്ക് ആക്കിയിട്ട് തടിച്ചു നിൽക്കുക. സ്പോഞ്ച് ചേർത്തു, വെള്ളം കുറഞ്ഞു. സമൂഹത്തിൻ്റെ നല്ല സമ്പത്തോ എന്താ വെച്ചാൽ അത് തൻ്റെ വ്യക്തിപരമായിട്ട് പേരില്ല. അങ്ങനെ ഒരു വ്യക്തിയാവാൻ പാടുമോ? ഇല്ല. മൂന്നാമത്തേത് കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമ. അത് ഏറ്റവും മോശമാണ്. ഒരു വ്യക്തി മതി ഒരു സമൂഹത്തിന് ചിന്തയാണ്. നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് കഴിയുമ്പോൾ ശുദ്ധന്മാരായിരിക്കും. ഒരു വ്യക്തി വിചാരിച്ചാൽ ചിലപ്പോൾ അതിനെ മോശമായിട്ടുള്ള രൂപത്തിലാക്കാൻ സാധിക്കും. അതാണ് കളിമണ്ണ് പ്രതിമ. ശുദ്ധമായിട്ടുള്ള ജലം, സമൂഹം, അതിനെ ചളി പറ്റി കളിമണ്ണ് പ്രതിമ. പിന്നെ എങ്ങനെ ആവണം എന്നാണ് ഞാൻ അതിരിക്കാറുള്ളത്. പഞ്ചസാര പ്രതിമ വെള്ളത്തിൽ മുക്കിയപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത വെള്ളം മധുരമുള്ള വെള്ളമായി. അപ്പം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സമൂഹത്തിലുള്ള എക്സിസ്റ്റൻസ്, അതുകൊണ്ട് സമൂഹത്തിനെ മധുരിപ്പിക്കണം. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത്? എന്താ ഇതിൽ പറഞ്ഞ പഞ്ചസാര പ്രതിമ ആയിരുന്നു നമ്മുടെ ഗുരുനാഥൻ സാക്ഷാൽ മങ്ങാട് നടേശൻ മാഷ്. അതെല്ലാവരും മനസ്സിലാക്കണം. നമ്മളൊക്കെ പഞ്ചസാര പ്രതിമ ആവാൻ ശ്രമിക്കും പലരും, പക്ഷേ മുഴുവനും വായിക്കൊള്ളുന്നില്ല. നടേശൻ മാഷ് ഈ 4 പ്രതിമകളിലെ പഞ്ചസാര പ്രതിമയായിരുന്നു. അദ്ദേഹം ചെന്ന വ്യക്തികളൊക്കെ മധുരിപ്പിച്ചു, സംഗീതം കൊണ്ട് മധുരിപ്പിച്ചു. ശിഷ്യഗണങ്ങളുടെ ഗുണങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് സമാധാനം കിട്ടി. അത് ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നെ എത്രയോ ദിക്കിൽ പേര് പറഞ്ഞ കച്ചേരി നടത്തുന്നുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരാണുള്ളത്. മാത്രമല്ല സ്വാമി വിവേകാനന്ദനാണ് തോന്നുന്നു ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഭക്തി സംഗീതം ഇത് രണ്ടും ചേർന്ന് ഒരാൾക്ക് കിട്ടി. അതുപോലെ അപ്പുറത്ത് വലിയൊരു ജ്ഞാനസനാണ് അദ്ദേഹം. ജ്ഞാനസൻ എന്ന് വെച്ചാൽ പണ്ഡിതൻ. ഈ പണ്ഡിതന് ഭഗവാന്റെ സാക്ഷാൽ സർവേശ്വരൻ്റെ പഠിപ്പര വരെ പോകാൻ പറ്റും. ആരൊക്കെ? ജ്ഞാനം മാത്രമേ വരും. എന്നാൽ ഭക്തിയും സംഗീതവും ഉള്ള ആളൊക്കെ, ഭക്തിയുള്ള ആളൊക്കെ തന്നെ കുറേ വിളിക്ക് വരാം. സംഗീതവും കൂടിയുള്ള ആൾ, ഭക്തി സംഗീതവും കൂടിയുള്ള ആളൊക്കെ ഭഗവാൻ ക്ഷണിച്ച്
പന്തപ്പുരത്തിനുള്ളിൽ വരുത്തി തൻ്റെ അടുത്ത് സീറ്റ് കൊടുക്കുന്നവരാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഖേദിക്കേണ്ട. അദ്ദേഹം ഭൗതിക ദേഹത്തിൽ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹം ഭഗവാന്റെ ഒപ്പമുണ്ട്, നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണത്തിന് 2 വാക്ക് പറയാൻ എനിക്ക് അവസരം തന്ന അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും എൻ്റെ ബന്ധപ്പെട്ട ഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുണ്യാത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.